മോനെ നിനക്ക് പതിയില്ലാത്ത സന്തോഷം? അമ്മ അങ്ങോട്ട് നോക്കിക്കേ, ആ കാർ കണ്ടോ? ആരുടെയാ? നമ്മുടെ വേണമേ. നമ്മുടെയോ? ആ, വിനോദ് മുതലാളി പറയുന്നു ഇന്നു മുതൽ ഞാൻ നടക്കാനേ പാടില്ല, കാറിലേ പോകാവുന്ന. അതെന്താ? ഞാൻ നടന്നു പോകുന്നത് മുതലാളി കുറച്ചിലാണെന്ന്. കാര്യം എന്താണെന്നറിയാമോ? ഇന്നു മുതൽ ഞാൻ മുതലാളിയുടെ PA ആണ്, പേഴ്സണൽ അസിസ്റ്റന്റ്. അദ്ദേഹം ദൈവത്തെ പോലുള്ള മനുഷ്യന്. നിന്നെ പഠിപ്പിച്ചു, ഇപ്പൊ നിനക്ക് ജോലിയും തന്നു. ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ. ഊണും ഉറക്കവും എല്ലാം അദ്ദേഹത്തിനോടായിരിക്കണം. എങ്കിലും മാത്രവുമല്ല, ഞാൻ സദാസമയവും അദ്ദേഹത്തിനോട് ഉണ്ടായിരിക്കണമെന്ന്. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം എന്നെ ഒരു അനിയനെ പോലെ കാണുന്നു. മോനെ, നീ വളരെ കരുതലോടെ വേണം അദ്ദേഹത്തോട് പെരുമാറാൻ. ഒരു തരത്തിലും അദ്ദേഹത്തെ വേദനിപ്പിക്കാൻ പാടില്ല. അമ്മേ, ഞാൻ എപ്പോഴും അവിടെ ആയിരിക്കുമ്പോൾ അമ്മ തനിച്ചല്ലേ ഇവിടെ കാണും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ട് താമസം മാറ്റാം. നീ വേണമെങ്കിൽ പോയിക്കോ, ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടും വരുന്നില്ല. അമ്മ വരുന്നില്ലേ ഞാനും പോകുന്നില്ല. അമ്മേ, എനിക്ക് അത്യാവശ്യം ഒരാളിനെ കാണാനുണ്ട്. ആരെയാ? എന്റെ ഒരു അടുത്ത സ്നേഹിതനാ. ഞാൻ ഇപ്പൊ വന്നേക്കാം. എന്നെ ഒഴിഞ്ഞു മാറുന്നതിന്റെ രഹസ്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്താണ്? രാജു മീനെ നോക്കിയ നോട്ടമുണ്ടല്ലോ, അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവും. ഞാനും ഒരു സ്ത്രീയാണ്. പ്രിയ വെറും ഒരു നോട്ടത്തിൽ നിന്ന് വളരെയധികം കണ്ടുപിടിച്ചല്ലോ. വലിയ ഡോക്ടർ തന്നെ. ഞാൻ സംസ്കാരമുള്ള ഒരു സ്ത്രീയാണ്. പക്ഷെ ഇപ്പോൾ സംസാരിക്കുന്നത് സംസ്കാരമില്ലാത്തൊരു സ്ത്രീയെ പോലെയാണ്. നിങ്ങൾക്ക് സംസ്കാരമുണ്ടായിരുന്നെങ്കിൽ ഉറ്റ സ്നേഹിതൻ കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീയെ മോഹിക്കില്ലായിരുന്നു. അരിശം വരുന്നല്ലേ? സ്വന്തം മനസാക്ഷിയോട് ചോദിക്കൂ, ഇതെല്ലാം ശരിയാണോ എന്ന്. ശങ്കറിന് നടത്തിപ്പിന് കൊടുത്ത് 1000 ഏക്കറിന്റെ കണക്കുകൾ എവിടെ? ശങ്കർ ഇനിയും വന്നിട്ടില്ല. ഓഹോ, അതിരിക്കട്ടെ, നമ്മുടെ എസ്റ്റേറ്റിന് കണക്കുകൾ എവിടെ? അത് ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ. രാജു, രാജുവിനെ ഈടെയായിട്ട് കാണാറില്ലല്ലോ. ഇപ്പോൾ വലിയ ഉദ്യോഗസ്ഥനായി പോയില്ലേ? ജോലി തിരക്കൊണ്ടാണ്. ജോലി തിരക്കായാൽ പഴയ കൂട്ടുകാരെയൊക്കെ മറന്നു പോകുമോ? ഞാൻ ആരെയും മറക്കാറില്ല. പ്രിയ എന്നൊരു പെണ്ണ് ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് എപ്പോഴും ഓർക്കാറുണ്ടോ? എനിക്ക് രാജുവിനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമുക്ക് ബീച്ചിലേക്ക് പോവാം. ഇപ്പോൾ എനിക്ക് അത്യാവശ്യമായി ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇനിയൊരു അവസരത്തിലാവാം. ആ അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. ശരി, ഞാൻ വരട്ടെ. ഞാൻ മാനേജറോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എസ്റ്റേറ്റിന്റെ കാര്യങ്ങളെല്ലാം ആകെ കുഴഞ്ഞു പറഞ്ഞ് കിടക്കുകയാണ്. ധാരാളം തടി മോഷണം പോകുന്നു എന്ന് മാനേജർ പറയുന്നു. ഞാനിതൊന്നും ശ്രദ്ധിക്കാറില്ല. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ കണ്ടുപിടിച്ച് കുറെ കൂടി പണം ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? സാറിനൊക്കെ പറയാം. എന്താ വിളിച്ചേ? അത് തെറ്റിപ്പോയി, ചേട്ടൻ. ഇനി ഒരിക്കൽ കൂടി എന്നെ അങ്ങനെ വിളിച്ചാൽ അപ്പൊ ഞാൻ രാജുവിനെ ഡിസ്മിസ് ചെയ്യും. മനസ്സിലായോ? അതിരിക്കട്ടെ, രാജുവിന്റെ അമ്മ ഇങ്ങോട്ട് താമസം മാറ്റില്ലെന്ന് തന്നെയാണ് എപ്പോഴും പറയുന്നത്. ഒരു വാശി പിടിച്ചാൽ അമ്മ എങ്ങനെയാണ്? വാശിയൊക്കെ നമുക്ക് മാറ്റാം. അതിന് ഞാനൊരു മാർഗം കണ്ടുവച്ചിട്ടുണ്ട്. നീ ഒരു കല്യാണം കഴിക്കണം. ചേട്ടന്റെ വിവാഹം കഴിഞ്ഞിട്ട് മതിയല്ലോ എന്റെ വിവാഹം. എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ല. അതൊക്കെ ഞാൻ ഇന്നേ കളഞ്ഞു. നീ വിവാഹം കഴിഞ്ഞാൽ നീയും ഭാര്യയും കൂടി ഇവിടെ വന്ന് താമസിക്കും. അപ്പോ അമ്മയും ഇവിടെ വന്ന് താമസിക്കും. എനിക്കൊരമ്മയുണ്ടാവും, ഒരു സഹോദരി. രാജു, എന്റെ കൂട്ടുകാരന് ഒരു സഹോദരിയുണ്ട്. നല്ല കുട്ടി, നിനക്ക് ചേർന്നതാണ്. പെണ്ണ് കാണാൻ അമ്മയും കൂട്ടി നമുക്ക് പോവാം. വേണ്ട ചേട്ടാ. അതെന്താ? നീ എന്നെ പോലെ വിവാഹം വേണ്ടാന്ന് വെച്ചോ? അതല്ല, പിന്നെ അപ്പൊ നിന്റെ മനസ്സിൽ ആരോ ഉണ്ട്. കള്ളൻ, പറയൂ. അവൾ നിന്റെ ചേട്ടനോട് പറയില്ലേ? അവൾ അവൾ അവളുടെ പേര് വാനമ്പാടി എന്നാണ്. വാനമ്പാടിയോ? അങ്ങനെ ഒരു പേരോ? യഥാർത്ഥ പേരെന്താണെന്ന് എനിക്കറിയില്ല. വണ്ടർഫുൾ. ആട്ടെ, അവളുടെ അച്ഛനാര്, അമ്മയാര്, അവളുടെ വീടെവിടെ, ഇതൊക്കെ അറിയാമോ നിനക്ക്? അതൊന്നും അറിഞ്ഞുകൂടാ. ഇനിയാ നീ ഏതോ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഇല്ല ചേട്ടാ, അവൾ നല്ലവളാണ്. ഊരും പേരുമില്ലാത്ത വാനമ്പാടി. മണ്ട, നിന്നെപ്പോലെ കാണാൻ കൊള്ളാന്നുള്ള ചെറുപ്പക്കാരെ കറക്കാൻ കിടക്കുന്ന ഒരു അലവലാതിയല്ല അവൾ നിനക്ക് തീർച്ചയായും. ചേട്ടാ, ചേട്ടന് അത് മനസ്സിലാവില്ല. കാരണം ചേട്ടൻ ആരെയും സ്നേഹിച്ചിട്ടില്ലല്ലോ. ശരിയാണ്, ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല.
ഓൾറൈറ്റ്, നീ അവളെ തന്നെ വിവാഹം കഴിക്കും. വേണ്ട ഏർപ്പാട് ഞാൻ ചെയ്യാം. വേണ്ട ഏട്ടാ, ഇപ്പൊ വേണ്ട. എന്റെ സമയമായില്ലേ? ശരി, സമയമാകുമ്പോൾ പറയൂ. ഓക്കെ?